ഇയാൾ വാർത്തകാരനാണോ? ഇയാൾ റോഡിൽ നടക്കുന്നതാണോ? ഈ പഞ്ചായത്തുകാരനാണോ? നീ എവിടെ തന്നെ? നീ എവിടെ തന്നെ? നീ എവിടെ തന്നെ? നീ ഇവിടെ കടയുടെ നീ വിഷ്ണു എന്ന് വിളിച്ച് എന്റെ അടുത്ത് എന്റെ റെക്കോർഡിങ് 5000 രൂപ കൈക്കൂലി വെച്ച് എന്റെ അടുത്ത് വാർത്ത പോലീസിനെ വിളി. പോലീസ് വന്നിട്ട് പോയത് എന്റെ രാവിലെ അവനെ വിളിച്ചു ഭീഷണിപ്പെടുത്തി കേട്ടോ. മര്യാദ എന്തോ വയ്ക്കാന്ന് പറയാൻ നിന്നെ ആരെങ്കിലും വിളിച്ചോ? പഞ്ചായത്തുകാരെ എനിക്ക് പറയാൻ പഞ്ചായത്ത് ചെന്നിരിക്കല്ലേ? ഏത് പഞ്ചായത്തുകാരനെ വിളിച്ചേ? ഏത് പഞ്ചായത്തുകാരെ വിളിച്ചേ? നീ കൗൺസിലറാണോ? എനിക്കത് അറിയേണ്ട കാര്യമല്ല. ഈ നാണക്കേടിന് ഇയാൾ ഉത്തരവാദിത്വം പറഞ്ഞിട്ട് പോയാൽ മതി. നീ എന്താ പഞ്ചായത്തുകാരാണ്? നീ ആരാ വിളിച്ചേ? നീ ആരാ വിളിച്ചേ? നീ ഏത് ചാനലാണ്? നീ നിന്റെ വിശ്വാസത്തിൽ പുറത്താക്കിയല്ലേ? ആര് ചെയ്താലും നല്ല കാര്യമല്ലേ ചെയ്തേക്കുന്നത്? ഞങ്ങൾ വണ്ടി പോലും ഓടിച്ചോ നല്ല കാര്യങ്ങൾ നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾ വണ്ടിയില്ലേ കാര്യങ്ങൾ ചെയ്യുന്നത്? മോശം വണ്ടി കൊണ്ട് റോഡ് റെഡിയാക്കാനോ വാർത്ത എടുത്ത് പോണേ. ഒരു മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ നടക്കാൻ വേണ്ടി ഉപകാരമില്ലേ ഇത്? ഉപകാരമില്ലേ ഇത്? കോപ്പ് ചാനൽ എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയ ബന്ധപ്പെട്ട വിഷയം എന്തുവാ? അല്ല നിങ്ങൾക്കുള്ള വിഷയം ഈ റോഡ് റെഡിയാക്കാൻ എന്തോ ആരെങ്കിലും എന്തോ പുരേടം കയറി വെട്ടിപ്പിടിച്ചോ? പബ്ലിക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതുവഴി വണ്ടി ഓടിച്ചോണ്ട് പോലും ഇവിടെ വന്നിട്ട് എല്ലാവരുടെ അടുത്തും എന്റെ കുറ്റം പറയും. അവനോട് എന്നെ 1000 പേര് വിളിച്ച് ഞാൻ വരുന്നില്ലെന്ന് വിചാരിച്ചാ എന്റെ കുറ്റം പറയാം. ആ റോഡ് വൃത്തിയാക്കിയേ എവരെ പഞ്ചായത്ത് ഏർപ്പെടുത്തി വിട്ടുകയാണ്. ഇവൻ 2 ദിവസം പോലത്തെ പൈസ വെക്കേണ്ടത് 2 ദിവസം നേരത്തെ വിശ്വാസത്തെ 5000 രൂപ കൊടുക്കണോ? പറഞ്ഞത് രാവിലെ അവൻ എന്നെ വിളിച്ച് കൊടുക്കാനാണ്. എന്നിട്ട് ഓഫീസ് കൊടുത്ത പെണ്ണുങ്ങൾക്ക് മോശമായിട്ട് സംസാരിച്ചു. നീ ആരോ നീ അങ്ങനെ പോയെന്ന് ശരിയാവത്തില്ല. നിന്റെ ചാനലുകാരൊക്കെ നിങ്ങൾ വിളി അല്ലെ? കടകളെല്ലാം കയറി എല്ലാവരും വരട്ട് ഇയാൾ ആരെങ്കിലും വിഷ്ണു പറയണ അവൻ പൈസ വെച്ചില്ലെന്ന് വിഷ്ണുവിന്റെ അടുത്ത് പറയട്ടെ. എന്റെ അടുത്ത് 5000 രൂപ ചോദിച്ചില്ലെന്ന് എന്റെ കൂടെ പണിപ്പെടുന്ന റെക്കോർഡിങ് ആ എന്തിനാ ഇത് വരട്ടുന്നേ? നീ എന്തിനാ വരട്ടുന്നേ? നീ മര്യാദ സംസാരിക്കണം. നീ ജാട കാണിക്കുന്നു. ഇന്നലെ എന്നെ വിളിച്ചെന്നാ കുഞ്ഞണ്ണ ഇന്ന് രാവിലെ വിളിച്ചത് പഞ്ചായത്തിൽ നിന്ന് അവർ വിളിച്ച് പരാതിക്ക് പോകുന്നുണ്ട്. നിങ്ങൾ എന്തുവാ റോഡിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണോ റോഡ് നിർമ്മിച്ചത്? ഞാൻ പറഞ്ഞു എന്റെ അച്ഛനും ചെല്ലമ്പുള്ളവരുടെ കൂടെ ഉണ്ടാക്കിയ റോഡാത്. അന്ന് അവർക്ക് മാനദണ്ഡം ഒന്നും അറിയത്തില്ലായിരുന്നു ഉണ്ടാക്കാൻ. 1962 ചെല്ലമ്പുള്ളവരാളി മാനദണ്ഡം പഠിച്ചിട്ടല്ല പാകാലം ഉണ്ടാക്കിയത് ആണോ? ചാനലിന്റെ പേരും പറഞ്ഞ് പൈസ ഉണ്ടാക്കാൻ നടക്കുന്നത്. ഇല്ലെങ്കിൽ വിഷ്ണു പറയട്ടെ. വിഷ്ണു ഇവിടെ ചാനൽ കൈകാര്യം ചെയ്യുന്നവനാ. വിഷ്ണു തന്നെ വിളിച്ചേ 5000 രൂപ ചോദിച്ചെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ വിഷ്ണു പറയട്ടെ. സത്യസന്ധമായിട്ട് വിഷ്ണു പറയട്ടെ. ഇവൻ പൈസ വിളിച്ച് ചോദിച്ചെന്ന് എന്നെ 3 പ്രാവശ്യം വിഷ്ണു അല്ല വിഷ്ണുവിനെ കൊച്ചുനാളോട്ട് നമ്മൾ കാണുന്നതാ. വിഷ്ണുവിന്റെ അടുത്ത് അണ്ണ ഞാൻ ഈ സൈസ് കാര്യത്തിനും നിൽക്കത്തില്ല. അയാൾ വിളിച്ചെന്നെ നിരന്തരം ശല്യം ചെയ്തോണ്ടിരിക്കുക. 5000 രൂപ അണ്ണ തരണമെന്ന് പറഞ്ഞില്ലേ? വിഷ്ണു പറഞ്ഞായിരുന്നോ? ഞാൻ പറഞ്ഞു ഞാൻ ഒരു പൈസ ഒരുത്തരം കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെയുള്ള വാർത്തയും വേണ്ട, എനിക്ക് അങ്ങനെയുള്ള ബൂസ്റ്റിങ്ങും വേണ്ട. അതിൽ തന്ത്രിക്ക് വേണ്ടി ഒരു ഇയാളോട് വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു ഇവിടെ വരുന്നവർക്ക് താങ്കൾ ഗർഭം ഉണ്ടാക്കി കൊടുക്കുമെന്നാണോ പറയുന്നത്? ഇയാളെ ചോദിച്ചേ എനിക്കാ പണിയല്ലേ? എന്റെ അടുത്തല്ലേ ഒന്ന് ചോദിക്കണേ? അല്ലെങ്കിൽ അവിടെ ഇയാളെ വിളിച്ചത് കൊമളമുക്കലല്ലേ റോഡ്? ഇവിടെ അല്ലേ റോഡ്? ഇയാൾ എന്റെ കടയുടെ മുമ്പ് ഷോ ഓഫ് കാണിക്കാൻ കുറെയൊക്കെ മര്യാദ വേണ്ടേ? ഒരു ചെറുപ്പക്കാരനല്ലേ ഇവിടെ? എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത്? പോയി തൂങ്ങിച്ചാവിടെ. ഇതിനെക്കാട്ടി അല്ലാതാ നീ പോയി തൂങ്ങിച്ചാടാ. പിന്നെ നീ വിശ്വാസല്ലേ എന്നെ നിന്നെ കൊടുത്തോളില്ലേ? നീ തുണ കാണിക്കണ്ടേ? നീ എന്തോ വാർത്തകൾ പബ്ലിക് ഇഷ്യൂസ് ആ വാർഡിന്റെ മെമ്പറിനെ ഒരു റോഡ് സഞ്ചാരയോഗ്യമാക്കിയ
സംസാരിക്കേണ്ടത്. ഞാൻ സംസാരിക്കുന്നത് ഞാൻ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ചോദിക്കണം ചേട്ടാ, ഈ റോഡ് ചെയ്ത് ശരിയോ തെറ്റോ? റോഡ് ചെയ്ത് നല്ലത്, നല്ല കാര്യം. നിലപാടും ഫീസും എന്തോ നല്ല കാര്യം. നീ 5000 കൈക്കൂലി ചോദിച്ചോ? 5000 നിന്റെ വീട്ടിലെ റോഡിലാവുന്നില്ല. ഇവിടെ എന്റെ അടുത്ത് ചോദിച്ചു. ഇന്നലെ നീ എന്നെ വിളിച്ചിട്ടില്ല. ഇന്നലെ രാവിലെ നീ എന്നെ വിളിച്ചില്ല. ഇന്നലെ നിന്റെ മൊബൈൽ പഞ്ചായത്തിൽ ഇയാളെ വിളിച്ച് പരാതി പറഞ്ഞു. ഇയാളെ ഡെപ്യൂട്ടി കളക്ടറോ? ഇയാളെ ഡെപ്യൂട്ടി കളക്ടറോ? പഞ്ചായത്തിൽ വിളിച്ച് പരാതി ഈ പഞ്ചായത്തിലാണോ? നീ നെടുവത്ത് പഞ്ചായത്ത് താമസക്കാരനല്ല. നീ നെടുവത്ത് പഞ്ചായത്ത് റോഡില്ല. പിന്നെന്തിനാ നീ എന്നെ വിളിച്ചേ? നീ എന്തിനാ എന്നെ വിളിച്ചേ? നീ എന്തിനാ എന്നെ വിളിച്ചേ? നീ എന്തിനാ എന്നെ വിളിച്ചേ? നീ എന്നെ എന്തിനാ വിളിച്ചേ? എന്തോ വാർത്ത പറയാൻ നിന്റെ അടുത്ത്? നീ ആരാ? എന്റെ അമ്മാത്രോ? നീ എന്റെ വാർത്ത ചെയ്യാൻ നിനക്ക് എന്തോടെ കാര്യം? പാറപ്പൊടി ഇറക്കുന്നില്ല. ആ റോഡ് പണിഞ്ഞത് അവിടെ വാ. അവൻ ഇവിടെ വന്ന് സാധനം പിടിക്കൊണ്ടാണ്. ഈ നെടുവത്ത് പഞ്ചായത്തിൽ അയാൾക്ക് എന്തൊക്കെ അധികാരമാണ്? ഇവിടെ എവിടെ പണിഞ്ഞത്? പണിഞ്ഞത് വാഴത്ത് മുക്കാ. പഞ്ചായത്തിന്റെ റോഡില് പഞ്ചായത്തിന് അനുവദിക്കാതെ അവിടുത്തെ മേൽമണ്ണു പഞ്ചായത്ത് അവിടെ ഒന്നും നടക്കുന്നില്ല. പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ പറയാം. ആൾക്കാരിൽ നിന്ന് പുതിയ പോകണ്ട. പണം മുതലേ വാരം പേരെ കിടപ്പുണ്ട് സാമാനം. ഞാനേ ഒരു കാര്യം ചെയ്യട്ടെ. ഇവിടുത്തെ പാർട്ടിക്കാരെ വെള്ളത്തിലെ പഞ്ചായത്തുകാരെ വെള്ളത്തിൽ ഏതൊക്കെ ഒരു വാചകം നിങ്ങളുടെ ചാനലിൽ ഞാൻ പറഞ്ഞു. പിന്നെ തോന്നാസം പറയുന്ന പാർട്ടിയല്ല ഇത്. അവിടെ വാ. അവർക്ക് പരാതിയില്ല. പാർട്ടിക്കാരെടുത്ത് ചോദിച്ചു. പാർട്ടിക്കാർക്ക് പരാതിയില്ല. നാട്ടുകാർക്ക് പരാതിയില്ല. റോഡ് മണ്ണിട്ടത് ഞാനാ. പഞ്ചായത്ത് റോഡ് മണ്ണിട്ടത് ഞാനാ. എനിക്കതിനുള്ള പ്രായമുണ്ട്. എനിക്കതിനുള്ള ആമ്പേറുണ്ടാണ് മണ്ണിട്ടെ. എനിക്കതിനുള്ള ആമ്പേറുണ്ടാണ് മണ്ണിട്ടെ. നിനക്ക് വർക്കലേന്ന് പറഞ്ഞ് ന്യായം പറയാനില്ല. നീ എന്റെ 5000 രൂപ ചോദിച്ചാൽ തരാം. ഞാൻ പൈസ ചോദിച്ചില്ലയോ? പൈസ ചോദിച്ചില്ലയോ? നിന്റെ അടുത്ത് ചോദിച്ചേ 5000 രൂപ കൊടുക്കുന്നത് പോണേ. അത് വേറെ പിള്ളേരെടുത്ത് ഈ മുരാരി മുട്ടയിൽ നടത്തും. നോക്കിയോ, ഇവിടെ മാധ്യമപ്രവർത്തകരും മാധ്യമങ്ങളും നിയമ സംവിധാനങ്ങളും പോലീസും ഉണ്ടെങ്കിൽ എന്നെ മുട്ടയിൽ നടത്തും. നാട്ടുകാരുടെ സമയം ഉണ്ടാക്കാൻ നടക്കുന്നതാണ്. എന്നാ മനസ്സിലാക്കാൻ നാട്ടുകാരുടെ സമയം നല്ലതാക്കാൻ നടക്കുന്ന ഇവന്റെ സമയം ദോഷമാണ്. നീ നല്ല ആദ്യം പൈസ ചോദിച്ചോ ഇല്ലയോ? നിന്റെ പൈസ നിന്റെ അത് കൊടുക്കാത്തല്ലേ മേലാണിക്കാൻ പോണേ? തെളിവുണ്ടാ ഏത് പഞ്ചായത്താണ് എനിക്ക് നിനക്ക് ഏത് പഞ്ചായത്ത് ബുദ്ധിമുട്ട് സംസാരിക്കാം. നിങ്ങൾ സംസാരിക്കാം. നിങ്ങൾ അനുകൂലം പറയുന്ന ഒരു 10 പേര് ഞാൻ ഒറ്റയ്ക്ക് ഒരു വ്യക്തിയെ കണ്ടിട്ടല്ല. ആ റോഡ് പ്രത്യേകം നല്ല കാര്യം തന്നെയാണ്. ഞാൻ ചോദിക്കണം ചേട്ടന്റെ പേരെന്താണ്? ചേട്ടന്റെ പേരെന്താണ്? ഇന്നലെ സമാധാനത്തിൽ ചോര് ഞാൻ ചോദിക്കാണ്. ഒരു റോഡ് നിർമ്മിക്കുമ്പോഴേ എന്തെല്ലാം മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് അറിയാം. ആയിക്കോട്ടെ, ഞാൻ ചോദിക്കാൻ മറുപടി പറയൂ. ഈ ശാസ്ത്രമായിട്ട് പ്രധാന പാത അപകടം എനിക്കങ്ങനെ അറിയാൻ പറ്റും. ഞാൻ എഞ്ചിനീയറിംഗ് നാട്ടുകാർ പറയുന്നില്ല. ഒരു റോഡ് നിറയ്ക്കും. ഈ റോഡ് നിറയ്ക്കും. ഇത് ഞാൻ ചോദിക്കുന്നത് നല്ല കാര്യം ചെയ്യുന്ന ഒരാള് നല്ല കാര്യങ്ങൾ തന്നെ. ഇതിന് ശാസ്ത്രീയമായിട്ട് വശമില്ലേ? ആരും മുരാരിചന്ദ്രൻ മക്കളും മാത്രം പോകുന്ന ഈ രാമേന്ദ്രൻ മക്കളും മാത്രം പോകുന്ന വഴിയല്ലല്ലോ. ഞങ്ങൾ കുട്ടികൾ വരുന്നു. ശാസ്ത്രീയ വശമില്ലേ? ശാസ്ത്രീയപരമായിട്ട് ചെയ്യണ്ടേ? ഇത്
അതല്ലേ പറയുന്നത് ഇതിന് ശാസ്ത്രീയമില്ലാതെ റോഡിന്റെ ഘടന മാറ്റുകയാണ്. അതിന്റെ രീതിയിലല്ല നിർമ്മാണ പ്രവർത്തനം ചെയ്തേക്കുന്നത്. പഞ്ചായത്തുകാർ പുള്ളിക്ക് പരാതി കൊടുത്തു. പഞ്ചായത്ത് ഇദ്ദേഹത്തിന് പരാതി കൊടുത്തു. അല്ലല്ല ഇവിടെ ഇത്ര പേര് ജനങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? എല്ലാവരും പുറത്തില്ല. ഒരാൾ പറയുന്നത് പഞ്ചായത്തിൽ നിന്ന് ഈ അദ്ദേഹത്തിന് പരാതി കൊടുത്തെന്ന് പറഞ്ഞ് ഇന്നലെ രാവിലെ എന്നെ വിളിച്ചതാണ്. അങ്ങനല്ല എന്നെ എൻ്റെ ഓഫീസിലെ പെൺകുട്ടിയെ വീട്ടിൽപ്പെടുത്തി പുള്ളി ആദ്യം അതിന് പരാതി ഇപ്പോഴെങ്ങനെ അറിയുന്നത്? അങ്ങനെ ഇവിടെ ഈ കടയിൽ കയറി ഇദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തി എല്ലാവരും ഭീഷണി എനിക്ക്